നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഈഴവ സമുദായത്തിന്റെ വോട്ട് കിട്ടിയില്ല എന്ന് LDF നേതാക്കളെ കൊണ്ട് പറയിപ്പിക്കാനായത് അഭിമാനകരമാണ് എന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സർക്കാർ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഗണിക്കാതിരിക്കുന്നതാണ് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത്. ജനങ്ങളെ മറന്ന് പാലസ്തീൻകാർക്ക് ജയ് വിളിക്കാൻ പോയതും കുഴപ്പമായി. SNDP യോഗം നേതൃസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ന്യൂനപക്ഷമാണ് നാട്ടിലെ സമ്പത്ത് കൈയടക്കുന്നത്. ഈ സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഒരു വിഭാഗം എന്നെ ക്രൂശിക്കാൻ ശ്രമിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം സമുദായം കൂടുമ്പോൾ ഒന്നാണ്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മോദിയെ എതിർക്കാൻ രാജ്യത്തെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുവെന്നും ഇടതുപക്ഷത്തിന്റെ സ്വന്തക്കാരനായ കാന്തപുരത്തിന്റെ അനുയായികൾ വരെ ലീഗ് സ്ഥാനാർത്ഥികൾക്കാണ് വോട്ട് ചെയ്തതെന്നും പുറത്തുനിന്നുള്ള ശക്തികൾ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്നിച്ച് നേരിടാൻ കഴിയണമെന്നും സൗകര്യങ്ങൾ കൂടുമ്പോൾ യോഗത്തിന്റെ താഴെത്തട്ടിലെ സംഘടനാ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായി എന്നും അദ്ദേഹം പറഞ്ഞു. ഈ അവസ്ഥ മാറണമെന്നും ഭാരവാഹികൾക്കിടയിൽ ഐക്യദാർഢ്യം ഉണ്ടാകണമെന്നും പരസ്പരം യോജിച്ച് ഒന്നായി നിന്ന് ഒന്നിക്കാൻ എല്ലാവരെയും തയ്യാറാക്കണമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അതേസമയം പ്രാണൻ നൽകിയും വെള്ളാപ്പള്ളി നടേശനു വേണ്ടി പോരാടുമെന്നും SNDP നേതൃയോഗം പ്രമേയം പാസാക്കിയിട്ടുണ്ട്. ഈഴവ സമുദായത്തിന്റെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പടനായകനാണ് വെള്ളാപ്പള്ളി നടേശൻ. സമുദായത്തിന് വേണ്ടി രക്തസാക്ഷിയാക്കാൻ മടിയില്ലാത്ത സമർപ്പിത മനസ്സുള്ള നേതാവാണ് അദ്ദേഹം. സമുദായത്തിന്റെ അവകാശങ്ങൾക്കായി അദ്ദേഹം നിരന്തരം അധികാര കേന്ദ്രങ്ങളോട് ഏറ്റുമുട്ടുന്നു. ഭരണകൂടവും രാഷ്ട്രീയ പാർട്ടികളും ഈഴവരടക്കമുള്ള പിന്നോക്ക വിഭാഗങ്ങളോട് പുലർത്തുന്ന അവഗണന തുറന്നു കാട്ടുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് അർഹതയില്ലാത്തത് തട്ടിയെടുക്കുമ്പോൾ ഒഴിവാക്കപ്പെടുന്നതും പിന്തള്ളപ്പെടുന്നതുമായ ഈഴവരും തീയരും അടക്കമുള്ള പിന്നോക്ക വിഭാഗങ്ങളാണ്. ഇതിനെതിരായ രണ്ടാം ഈഴവ മെമ്മോറിയലായിരുന്നു ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾ.